ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പറയേണ്ട കാര്യമുള്ളൂ. നല്ലവരും ചീത്തയവരുമായിട്ടുള്ള അങ്ങനെ രണ്ട് തരത്തിലുള്ള പോലീസുകാരും ഈ സിനിമയിൽ ഉണ്ടാവും. പുത്തങ്ങ സംഭവമായിട്ടൊക്കെ ഉള്ള ഇതൊക്കെ തോന്നുന്നുണ്ട്. നീതി വേണം അല്ലെങ്കിൽ നീതി ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക കൂടി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ എല്ലാ സിനിമാക്കാർക്കും കൊച്ചിയിൽ ഫ്ലാറ്റ് കിട്ടാത്ത അവസ്ഥയും സാധാരണക്കാർ ചുറ്റുപാടുള്ളവർ അതിനൊരു ഇടിവണ്ടിയായിട്ടാണ് കാണുന്നത്. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് സെൽഫ്ലെസ് ഒക്കെ ആയിട്ടൊക്കെ പെരുമാറുന്നതൊക്കെ ആയിട്ട് നമുക്ക് വന്നിരുന്നിട്ട് അഭിമാനത്തോടെ ഇത് നമ്മൾ ഇന്ന സംഭവമാണ് എന്ന് പറയുന്നത് അത് നമ്മൾ ചരിത്രത്തിനോട് ചെയ്യുന്ന ഒരു നീതികേടായിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവരെ കണ്ണിൽ പൊടിയിടാം എന്നത് മാത്രമേ നമുക്ക് ആർട്ട് വർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ ഈ യൂണിഫോം ഇട്ടിട്ട് സ്കൂട്ടറിൽ പോയിട്ട് ബിവറേഴ്സിന്ന് ക്യൂ തെറ്റിച്ച് അകത്ത് കയറി സാധനം വാങ്ങി പോയിരുന്നു. സിനിമ ആയത് കാരണം നമുക്ക് അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ട്. നമുക്ക് ചെറിയ തെറ്റുകൾ പറ്റിയാലും ഭൂരിപക്ഷത്തിന് ആ തെറ്റ് അറിയില്ല. ഈ ഒരു നരിവേട്ട ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറട്ടെ. ഞങ്ങളെ പോലത്തെ നല്ല പോലീസുകാർ രാജ്യത്തുണ്ടാവട്ടെ. ആദ്യം തന്നെ നമ്മുടെ കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലേ, അതിലേക്ക് നരിവേട്ടയുടെ ടീമിന് സ്വാഗതം. നമസ്കാരം. സോ ഇവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കാനുണ്ട്. ചില്ലറ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇവർക്കുള്ളത്. ഇവർക്ക് കുറേ ഡൗട്ട്സ് നിങ്ങളടുത്ത് ചോദിക്കാനുണ്ട്. ഡയറക്ടറിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇവർക്കുണ്ട്. ടോയ് ചേട്ടനോട് ചോദിക്കാനുണ്ട്, പ്രണവിനോട് ചോദിക്കാനുണ്ട്. എൻ്റെ അടുത്ത് പ്രത്യേകം ഞങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാനുണ്ട്, ഇതൊക്കെ അറിയാനുണ്ടെന്ന് പറഞ്ഞ് പോയിന്റ് ചെയ്ത് തന്ന സാധനങ്ങൾ വരെയുണ്ട്. ട്രെയിലർ കണ്ടപ്പോഴത്തേനും ടോയ് ചേട്ടനെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു വില്ലൻ എന്നല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു ടച്ച് നമ്മളതിൽ കാണുന്നുണ്ട്. അത് ഇഷ്കിലാണെങ്കിലും ചേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. സോ ഒരു മനുഷ്യന് ഒബ്വിയസ്ലി പോസിറ്റീവും നെഗറ്റീവും കാണും. ഒരിക്കലും ഒരു ഹീറോ എന്ന് പറയുമ്പം ഹീറോ മാത്രം നല്ലത് ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു പരിവേഷമാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത്. സോ ആ ഒരു പൊളിച്ചെഴുത്തും കൂടെ ആണോ ചേട്ടൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്? സിനിമ കണ്ടിട്ട് മാത്രം പറയാൻ അല്ല, ശരിക്കും അതല്ല. ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലി എല്ലാവരും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പല സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ പെരുമാറുന്നതനുസരിച്ചിട്ടാണ് അത് ശരിയും തെറ്റും ഒക്കെ ആവുന്നത്. അപ്പം നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് സെൽഫ്ലെസ് ഒക്കെ ആയിട്ട് പെരുമാറുന്നതൊക്കെ ആയിട്ട് അത് സംഭവിക്കാവുന്നേ ഉള്ളൂ. അത് ആ സാഹചര്യത്തിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാനാണ്. അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരാളെടുക്കുന്ന തീരുമാനമാണ് അയാളെ നല്ലവനും ചീത്തയൊക്കെ ആക്കുന്നത്. അത് മുംബൈ മേരി ജാൻ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പറയണത് ഇതുപോലെ ഒരു പോലീസുകാരൻ ഒരു റേപ്പ് കേസിൽ, അപ്പോൾ അയാളെ വിചാരണ നടക്കുന്ന സമയത്ത് വേറൊരാൾ, അപ്പോൾ ഇയാളല്ലേ പണ്ടൊരു പെൺകുട്ടീനെ ഒരു റേപ്പിസ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ സെയിം ആള് തന്നെ രക്ഷകനായിട്ടും വില്ലനായിട്ടും വരും. അപ്പോൾ അത് രണ്ട് സിറ്റുവേഷനിൽ അയാൾ പെരുമാറിയത് രണ്ട് തരത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യങ്ങളും മനുഷ്യന്റെ മനസ്സ് ഭയങ്കര കോംപ്ലക്സുമാണ്. ചിലപ്പോൾ ചില സമയത്ത് ആൾക്കാരെങ്ങനെയാ പെരുമാറുക, നമ്മൾ പ്രതീക്ഷിക്കാതെ ആൾക്കാർ നന്നായിട്ട് പെരുമാറുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ സമൂഹത്തിൽ നമ്മൾ വില്ലനായിട്ട് നമ്മൾ കാണുന്ന ഒരാൾ, അതായത് ഒരു സിനിമയിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു ഗുണ്ടായിക്കാണെങ്കിൽ അയാൾ കാണുന്നവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലലും ഫുൾ ടൈം ഗൗരവവും അങ്ങനെ. പക്ഷെ ഇയാൾക്ക് ഇയാളുടെ സുഹൃത്തുക്കളുടെ കൂടെ ചിലപ്പോൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരിക്കും. ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇയാൾ കത്തിയും കടാരും പിടിച്ചിട്ടല്ലല്ലോ ഫാമിലിയുടെ കൂടെ ഇരിക്കുക. അവിടെ അയാൾക്ക് മറ്റൊരു ഫേസ് ഉണ്ടാവും. അപ്പം അതുപോലെ ഓരോരുത്തർക്കും മനുഷ്യന്മാരെല്ലാം ഒരു ഗ്രേ ഏരിയയിലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബ്ലാക്കും വൈറ്റും ആയിട്ട് ആൾക്കാരെ നമുക്കങ്ങനെ സ്വഭാവം മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. ഒരു കാര്യമാണ് ഉള്ളതിൽ, ഈ ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ക്ലൈമാക്സ്, ആ സിനിമ ഇറങ്ങി കുറച്ച് നാൾക്ക് ശേഷം ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സിനിഫൈലായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് ചർച്ചയ്ക്ക് ഇടമൊരുക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ്, ഒരു ആൻറ്റഗോണിസ്റ്റായിട്ടും പ്രൊട്ടഗോണിസ്റ്റായിട്ടും നായികമാർ മാറുന്നത്. അതേപോലെ തന്നെ ഈ നരിവേട്ട എന്ന് പറയുന്ന ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, അതും ഒരു ഇവിടെ ചർച്ചയ്ക്ക് ഇടവെക്കുന്ന ഒരു സിനിമയാണ്. ആ പ്രമേയം ഡയറക്ടറിൻ്റെ രണ്ട് സിനിമകൾ, ആദ്യത്തെ സിനിമകളിൽ ഇതുപോലൊരു ചർച്ചയ്ക്ക് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ സിനിമയും കേരളത്തിലൊരു ചർച്ചയ്ക്ക് ഇടയാക്കുമോ? അതെന്ന് വെച്ചാൽ നമ്മളിത് ഈ സിനിമയെ സമീപിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ യാത്രയെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്. ഇതൊരു ചർച്ചയാവണം എന്ന് വെച്ചിട്ട് ഒരാൾക്കൊരു സിനിമ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് ഒരു സിനിമ എഴുതുന്നു, നാളെ ചർച്ചയാവട്ടെ എന്ന് വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ അബിൻ ജോസഫ് എന്നുള്ള എഴുത്തുകാരനാണ്. പുള്ളി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയ കഥാകൃത്താണ്. പുള്ളിയുടെ ആദ്യത്തെ തിരക്കഥയാണത്. അപ്പോൾ ആ തിരക്കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ അതിനോട് യോജിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സിനിമ, നമ്മൾ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വെച്ചിട്ട് നമ്മളൊരു ഫിക്ഷൻ സാധനം പ്ലേസ് ചെയ്യുന്നു. അത് ഈ പറയുന്ന പോലെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലൂടെ വർഗീസിൻ്റെ യാത്രയാണ്. ആ വർഗീസിനപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടി സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ സിനിമ കഴിയാതെ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനേക്കാളും ഞങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഫിലിം മേക്കിംഗ്, ഡയറക്ടറുടെ ക്രാഫ്റ്റ്, പെർഫോമൻസസ്,
പിന്നെ ഇതിനകത്തുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് ഈ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര അതിന്റെ പേരിലായിരിക്കണം ഈ സിനിമ അറിയപ്പെടേണ്ടത് എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് പറയുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് ചർച്ച ചെയ്യപ്പെടുകയും വേണം. അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സിനിമയുടെ ക്വാളിറ്റിയാണ്. ലൈക്ക് ഇതിൽ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. എനിക്കൊന്ന് നോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് പ്രണവിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട്? നിങ്ങൾ എല്ലാവരും എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഞാനും മൂവി കണ്ടിട്ടില്ല. ഞാൻ ഷൂട്ടിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളായിട്ട് വിചാരിച്ചാൽ അത് നടക്കില്ല. അത് എഴുതി വെച്ചിരിക്കുന്ന രീതി, അത് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു വേ ഉണ്ട്. അതിന് സപ്പോർട്ട് ചെയ്ത ടോയ് ചേട്ടനാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ ക്രൂ ഉണ്ട്. ഇതുപോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ചിലപ്പോൾ എന്നിലൂടെ പ്രതിഫലിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സിനിമ 23-ാം തീയതി റിലീസാകുന്ന സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. പ്രണവിന്റെ ക്യാരക്ടർ ഇതിനകത്ത് കുറച്ച് ഹീറോയിക് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്കത് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്ന ഫിസിക്കും അതിന് ആ കഥാപാത്രത്തിന് ഏറ്റവും യോജിക്കുകയും നല്ലൊരു പെർഫോമറും വേണമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 100% അത് ഫിസിക്കൽ ചാലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. അത് അതെ, ചാലഞ്ചസ് ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്കത് ഇപ്പം സംസാരിക്കുന്നതിനേക്കാളും നമുക്കത് ഫുൾ സിനിമ കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ എത്തിയില്ല. കാരണം ഇത്രയും സ്ക്രീനിൽ അത് കാണുന്നുണ്ട്, ഇത്രയും പേര് അത് സംസാരിക്കുന്നുണ്ട്. ചിലവർ ഇനിയും ചോദിച്ചിട്ടില്ല ആ ക്യാരക്ടറിനെ കുറിച്ച്. കാരണം അവർക്ക് അറിയില്ല അതെന്താ ക്യാരക്ടർ, എന്താ പ്ലേ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. സോ അവരും വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയും ഉള്ളൊരു ഉത്തരവാണിത്. സോ സിനിമ റിലീസായ ശേഷം ദേ ഇരിക്കുന്നു പടച്ചവൻ ഡയറക്ടറാണ്. സോ പുള്ളിയുടെ ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുരാഗ് ചേട്ടൻ്റെ സ്ക്രിപ്റ്റും അത് പുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു വിധമുണ്ട്. അത് നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ നേരിട്ട് കണ്ട് ടോയ് ചേട്ടൻ ഒരുപാട് സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തതാണ്. അത്രയും നമുക്ക് റിലാക്സ് ആയിട്ടാണ് ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ കൊണ്ടുപോയത് എന്നുള്ളത് എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഷൂട്ടിംഗ് സ്പോട്ട് കണ്ടാൽ അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ്, ഫുൾ കാക്കി മയമായിരിക്കും അവിടെ. എപ്പോഴും പോലീസുകാരും പിന്നെ നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരും ട്രൈബ്സിൻ്റെ സൈഡിലുള്ളവരാണെങ്കിലും 1000 പേരുടെ അടുത്ത് ക്രൂ ഡെയിലി അവിടെ സെറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ സബ്ജക്റ്റ് വെച്ചിട്ട് ചില ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും, സോങ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, ഇമോഷണലായിട്ട് ഡയലോഗ് ഇല്ലാതെ പോകുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുള്ളൊരു സാധനമാണ് നരിവേട്ട. സോ 23rd കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുരാജ് പൊതുവെ ഇടയ്ക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന അങ്ങനത്തെ പ്രഷർ അങ്ങനെയൊക്കെ ശരി സീരിയസ്ലി ഞാൻ വെറുതെ പറഞ്ഞു പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന ആളാ. പക്ഷെ ഈ സിനിമയുടെ സെറ്റില് അനുരാജിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പാനിക് അറ്റാക്ക് വരാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, സമയം കിട്ടിയില്ല. അതെ. പക്ഷെ പറഞ്ഞാൽ അത് അങ്ങനെ പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന ഒരാള് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, അതും ചെറിയ പരിപാടിയിൽ 1000 പേരൊക്കെ ഒരു ദിവസം ഷൂട്ടിന് വരുന്ന സമയത്ത് അത് എല്ലാവരും ഒരേപോലെ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എല്ലാവരും ഒരേപോലെ ഒരു എണ്ണയുടെ യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ പല ഷോട്ടുകളും കിട്ടുള്ളൂ. ഇതിനകത്ത് അങ്ങനത്തെ ഭയങ്കര എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള 2-3 ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ലോങ് ടേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ച് ഇന്നടിക്കും, ഇന്ന് മിക്കവാറും പാനിക് അടിച്ച് വീഴും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റ് സമയത്ത് തുടങ്ങി കറക്റ്റ് സമയത്ത് ചെറിയൊരു മഴ വന്നാൽ പോലും അത് നമ്മൾ ഓട്ടത്തിൽ പിടിക്കുന്ന പറഞ്ഞ പോലെ മഴ വന്നിട്ട് പോലും ഡിസ്കഷനാണ്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ടോവിയുടെ അടുത്തേക്ക് കളിയാ ഇന്ന് ചെറിയ പഴി ഇല്ലടാ നമുക്ക് അടുത്ത നാളെ പിടിക്കാം. അപ്പോൾ ആ കോൺഫിഡൻസ് നമുക്കുണ്ട്. ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നമുക്ക് അത്രയും ഉണ്ട്. അപ്പോൾ അത് ആ ടീം വർക്ക് മൊത്തം ടീമും അങ്ങനെ ജിങ് ജാങ് നിന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനത്തെ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു എൻ്റെ ഒരു ഒബ്സർവേഷൻ മിക്കപ്പോഴും അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ളത് ഒരു സിനിമയുടെ ഒരു ലൊക്കേഷനിലെ ആ മൊത്തം കാസ്റ്റിംഗ് ക്രൂവിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന ഡയറക്ടറുടെ സ്വഭാവമായിട്ട് ഭയങ്കര സിമിലർ ആയിരിക്കും. ആ ക്രൂവിൻ്റെ അല്ലെങ്കിൽ ആ മൊത്തം സെറ്റിൻ്റെ ഒരു സ്വഭാവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു ഡയറക്ടറിൻ്റെ സ്വഭാവത്തിന്. അതായത് ഡയറക്ടർ ചൂടനാണെങ്കിൽ മൊത്തം സെറ്റിൽ ഒരു യുദ്ധാന്തരീക്ഷമായിരിക്കും, ഡയറക്ടർ റിലാക്സ്ഡ് ആണെങ്കിൽ എല്ലാവരും റിലാക്സ്ഡ് ആയിരിക്കും, ഡയറക്ടർ ഉഴപ്പാണെങ്കിൽ എല്ലാവരും ഉഴപ്പായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൽ റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ പണിയെടുക്കണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉള്ളതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നാണ് ഇപ്പോൾ ട്രെയിലർ കണ്ടത്. അപ്പോൾ ട്രെയിലർ കണ്ടതിൽ നമ്മളത് നോക്കിയപ്പോഴത്തേക്കും നോട്ട് ചെയ്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ DHQ, അതായത് ആംഡ് റിസർവിലെ പോലീസുകാരാണോ അതോ ബറ്റാലിയനിലെ പോലീസുകാരനാണോ? ബറ്റാലിയനിലെ പോലീസാണോ? ബറ്റാലിയനിലെ
അപ്പോൾ അതിലെന്ന് പറയുമ്പോഴത്തേക്കും യൂണിഫോമിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. കാര്യം യൂണിഫോമിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബറ്റാലിയനാണെന്നുണ്ടെങ്കിൽ KAP കേരള ആംഡ് പോലീസ് എന്നുള്ള ലെറ്റർ ഇവിടെ കേരള പോലീസ്, അതായത് എയറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടോ വരുന്നത് KP എന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് ബെൽറ്റാണ് വരുന്നത്. ബെൽറ്റ് ബറ്റാലിയനാണെന്നുണ്ടെങ്കിൽ വെള്ള ബെൽറ്റ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ ക്ലോസ്ഡ് എയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ലോസ്ഡ് എയർ ആണ്, ഇപ്പോൾ റെഡ് ബെൽറ്റാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാണിച്ചിരിക്കുന്ന വെപ്പൺ കാണിച്ചിരുന്നത് ഇതിപ്പോൾ ഏകദേശം കണ്ടതിൽ നിന്നൊരു മുത്തങ്ങ സംഭവമായിട്ടൊക്കെ ഉള്ള രീതിയിലൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്. മരം ആ ട്രെയിലർ കണ്ടതിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ അതിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും KP5 എന്ന് കാണിക്കുന്നുണ്ട്, അതായത് കുട്ടിക്കാന ക്യാമ്പ്. അപ്പോൾ അവൻ്റെ വെപ്പൺ 303 ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ യൂണിഫോം എന്ന് പറയുമ്പോഴത്തേക്കും എയർ ക്യാമ്പുകളിലെ യൂണിഫോമാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണോ? അത് മിസ്റ്റേക്ക് വന്നതല്ല, ബോധപൂർവ്വം ചെയ്തതല്ല, മിസ്റ്റേക്ക് വന്നതല്ല. ആക്ച്വലി ഈ നമ്മൾ ഈ ഷൂട്ട് ചെയ്യേണ്ട ക്യാമ്പുകളുടെ പെർമിഷൻ, ടെക്നിക്കൽ പെർമിഷൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത ക്യാമ്പല്ല നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും നിങ്ങളുടെ ഈ ക്യാമ്പിൽ തന്നെ നമ്മളിപ്പോൾ ഇതെടുക്കാൻ തന്നെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് റിവേർട്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത് ശരിക്കും കോട്ടയം ക്യാമ്പിലല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്ത് നിറയെ മഴ പെയ്യുന്നൊരു കാലമായിരുന്നു. അപ്പം സുരാജേട്ടനും ടൊവിയാണ് കോമ്പിനേഷൻ. അപ്പം ടൊവിയുടെ പോർഷൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുരാജേട്ടൻ്റെ ഒരു 4 ദിവസത്തെ പോർഷനാണ് നമുക്ക് കോമ്പിനേഷൻ എടുക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തൊരു ക്യാമ്പിൽ നിന്നും മാറി മറ്റൊരു ക്യാമ്പിൽ പോയി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നം ആ യൂണിഫോമിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഈ ഗണ്ണൊക്കെ നമുക്ക് ഒറിജിനൽ സാധനങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയ്ക്ക് നമുക്ക് റൺ ചെയ്യുന്ന ഗൺ ടീംസിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളിത് പറയുന്നത് ഏതാണ്ട് കുറച്ച് കാലം മുൻപുള്ള കഥയും കൂടിയാണ്. അതെ, അതിലേക്കാണ് വരുന്നത്. മുൻപുള്ള ഇതാകുമ്പോഴത്തേക്കും നമുക്കിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും SLR റൈഫിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മുത്തങ്ങ ബേസാണെന്ന് 2003 കാലഘട്ടം തോന്നുന്നു, 2003 മുത്തങ്ങ സംഭവം. അപ്പോൾ അത് അന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞിരിക്കുന്ന 303 റൈഫിളാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അത് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണെങ്കിലും വെപ്പണാണെങ്കിലും എല്ലാം കറക്റ്റാണ്. 303 വെപ്പണാണ്. യൂണിഫോമിന്റെ ഇതിൽ ഈ പ്രായോഗിക പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഈ പെർമിഷൻ നമ്മൾ കൃത്യമായി കിട്ടുകയും ആ കാലയളവിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളൊരു പ്രായോഗിക പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്ന മിസ്റ്റേക്കാണ്. പിന്നെ മറ്റേത് പറഞ്ഞ പോലെ എക്സാക്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ പോലും ചില ഗൺസിൽ ഇപ്പം നമ്മൾ ഇത്രയും ഗൺസ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ഒറിജിനൽ ഗൺസ് കിട്ടില്ല, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ചിലത് നമുക്ക് ചിലപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും ചെയ്യാം. പക്ഷേ ഇത് ഒറിജിനൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചില സാധനങ്ങൾ ഇപ്പം ക്രൗഡൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ നമുക്ക് റൗണ്ട് ചെയ്ത് വരും മിസ്റ്റേക്ക്. അപ്പൊ അത് നമ്മുടെ സിനിമ ശരിക്കുള്ള ഫുട്ടേജും കൂടെ അല്ലാത്തതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഈ സിനിമ നമുക്കൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, മുത്തങ്ങ സമരം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ വരികയും അങ്ങനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടും ഞങ്ങൾ നിരന്തരമായിട്ട് ഇത് മുത്തങ്ങ സംഭവം അല്ല എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഫിക്ഷൻ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളുടേതല്ല, പല സമരങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഇതിന്റെ ഒരു സിനിമ എന്നുള്ളൊരു ആകത്തുകയിൽ നമുക്ക് ചില സമയത്ത് ഇമോഷണൽ ഡെപ്തിന് നമുക്ക് ഡ്രാമാറ്റിക് മൊമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിക്ഷൻ ആഡ് ചെയ്തേ പറ്റും. ക്യാരക്ടർ തന്നെ ഫിക്ഷൻ. അപ്പോൾ അങ്ങനെ ഫിക്ഷണലായിട്ട് എലിമെന്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് വന്നിരുന്നിട്ട് അഭിമാനത്തോടെ ഇത് നമ്മൾ ഇന്ന സംഭവമാണ് എന്ന് പറയുന്നത് അത് നമ്മൾ ചരിത്രത്തിനോട് ചെയ്യുന്ന ഒരു നീതികേടായിപ്പോ. നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊരു ഡോക്യുമെന്ററി സ്വഭാവത്തിലാണ് എടുത്തു വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ചെയ്യാം. ഇത് പക്ഷെ അതല്ല. ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിയൽ പേരുകളോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആണെങ്കിൽ നമ്മൾ മുത്തങ്ങ എന്ന് തന്നെ പറയുമല്ലോ. അത് ആക്ച്വലി അത് നമ്മൾ ഫിക്ഷൻ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അത് പറയുന്നതിലൊരു ശരികേടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്. പല സിറ്റുവേഷൻസും നമ്മൾ അങ്ങനെ പല ഇങ്ങനത്തെ ഇൻസിഡൻസിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള കോൺസ്പിറസി തിയറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചരിത്രം എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം വൺ സൈഡഡ് ആണ് അല്ലെ. നമുക്കിപ്പോൾ 20 വർഷം മുമ്പ് ഇപ്പോൾ ഒരു സംഭവത്തെ നമ്മൾ ഒരു ആംഗിൾ, ഒരു മന്ത്രിയുടെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഓഫീസറിന്റെ ഒരു പ്രശ്നം ഇപ്പൊ അതങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഹൈഡ് ചെയ്യാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ രാജൻ കേസിന്റെ അടുത്ത് നോക്കുക. ഇപ്പൊ നമ്മൾ സൊസൈറ്റി ചർച്ച ചെയ്യുന്ന വിഷയമല്ല നിയമത്തിന്റെ മുന്നിലുള്ളത്, ഡിഫറെന്റ്. അപ്പം നമുക്ക് ആസ് എ ക്രാഫ്റ്റ്മാൻ എന്നുള്ള നിലക്ക് നമുക്കതിൽ ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ മുത്തങ്ങ സംഭവത്തിലായിക്കോട്ടെ, മറ്റ് ആദിവാസി സമരങ്ങളെല്ലാം എടുത്തു നോക്കുക. അതിന്റെ അട്ടിമറി സംഭവം നീക്കങ്ങളെ കുറിച്ച് നമുക്കൊരു കോൺസ്പിറസി പറയാനുണ്ട്. അത് സിനിമയിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അത് പിന്നെ നമുക്ക് അത് റിയൽ സ്റ്റോറിയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാര്യം നമ്മള് ഭാവനയിൽ നിന്ന് എഴുതി ചേർത്തിട്ടുള്ള സീനുകളുള്ളൊരു സിനിമ നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ ഒരിക്കലും പറ്റില്ല.
അല്ല എന്നിരുന്നാലും അതിനകത്ത് ചില ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് അതേ ക്യാരക്ടർ അല്ല അതേ ലുക്കുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പേര് പറയാൻ കാര്യം സി കെ ജാനുവിന്റെ ട്രെയിലർ പക്ഷെ അതെന്താ വെച്ചാല് മിന്നൽ മുരളിയിലെ ഇത്ര വർഷം അതെ, മുമ്പ് എന്റെ അതെ, ചേച്ചിയുടെ നമ്മള് prosthetics ഒന്നും ചെയ്തിട്ടില്ല. അതേ ആളെ എന്നാലും ഒരു അഭിനയിക്കുന്നു ഭയങ്കര റിസംബ്ലൻസ് നമുക്ക് ആ ട്രെയിലറിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഡിറ്റോ ക്യാരക്ടർ അത് കൃത്യമായിട്ടുള്ള കാസ്റ്റിംഗ് ആയിട്ടോ പുള്ളിന് തോന്നിയത്. അത് ഈ മുത്തങ്ങ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പെർഫോമൻസിലും അത് കാസ്റ്റിംഗ് അതിന് വേറൊന്നുമല്ല, ഒരു മൂവി കണ്ടിട്ടില്ല എന്നാലും അതാണ് തീമെങ്കിൽ പക്കാ കാസ്റ്റിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും താങ്ക് യു. അല്ല, ഇത് ഒരു കാലത്തും എടുത്തു നോക്കി രഞ്ജിത്ത് പണിക്കർ സാറിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയ ഒരു ടൊവില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ് മുഖ്യമന്ത്രി എപ്പോഴും ഒന്നുകിൽ നയനാറിനായിട്ട് ആരോ പറഞ്ഞു നയനാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജറി ഉള്ള മിക്കവാറും ജനാർദ്ദൻ ചേട്ടനായിരിക്കും അഭിനയിക്കുക. അല്ലെ കരുണാകരൻ്റെ കാലത്താണ് ആ ഇമേജറി വെച്ചിട്ടുള്ള ഒരു അത് ചില സൂചനകൾ കൊടുക്കുന്നതാണ്. ഈ കാലത്ത് ഇങ്ങനെ നടന്നിരുന്നു, അതിൻ്റെ തലപ്പത്ത് ഇങ്ങനെ ആളായിരുന്നു എന്ന തരത്തിലുള്ള റീഡിങ് ആ കലാകാരൻ അയാൾ സംവദിക്കുകയാണ് സൊസൈറ്റിയോട്. അപ്പോൾ അതിൽ ഇപ്പം പത്രം എന്നുള്ള സിനിമയിൽ നിശിതമായ വിമർശനങ്ങളുണ്ട്. പല പഴയ ഐവിശേഷ സിനിമകളിലും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതും കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലേ? നമുക്ക് പറയാനുള്ളത് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നീതി കിട്ടാത്തൊരു വിഷയത്തിൽ നീതി വേണം അല്ലെങ്കിൽ നീതി ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക കൂടി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതിൻ്റെ ചില സൂചന ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആ റിസംബ്ലൻസ് ഇല്ലാത്തൊരു ലേഡിയാണ് അത് അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം ഉണ്ടാവില്ല, ആ ചർച്ച ഉണ്ടാവുന്നില്ല. അപ്പം പുതിയ കാലത്ത് ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കൂടെ ഭാഗമാണ് അത്തരത്തിലുള്ള റിസംബ്ലൻസിലുള്ള ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ചർച്ച ഉണ്ടാവട്ടെ. ആ നാല് പേര് പറയുന്നത് 8 പേരിലേക്ക് എത്തുക, 8 പേര് 12 പേരാവുക എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയാണ്. ആ ട്രെയിലറിൽ തന്നെ ഒരുപാട് പോലീസ് ബസ്സുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസ് നിങ്ങൾ ആ സിനിമയിലെ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതെ. കാരണം ബസ്സല്ല, അതിലത്തെ ഓരോ എലമെന്റ്സും പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ എലമെന്റ്സും അതിനും കൃത്യമായ റോളുകൾ ചെയ്യാനുണ്ട്. അതെ, കാരണം ഞാൻ ചോദിക്കാൻ കാരണം പൊതുവെ സാധാരണക്കാർ ചുറ്റുപാടുള്ളവർ അതിനൊരു ഇടിവണ്ടിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതർ സ്റ്റേറ്റ് ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരം കാസർഗോഡ് എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിലും അതൊരു സെക്കൻഡ് ഹോമാണ്. എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഒന്നിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി തിരിച്ച് സുരക്ഷിതമായി ഇവിടെ എത്തിക്കുന്ന ഒരു സ്ഥലം. അത് അതിനുള്ളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നല്ല പോലീസുകാർ രാജ്യത്തുണ്ടാവട്ടെ. താങ്ക് യു. എനിക്കൊന്നും ഇപ്പോഴുള്ള പോലീസുകാരെല്ലാവരും നല്ല പോലീസുകാർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക ഇമേജ് പുറത്തുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ തുടരും സിനിമയിലാണെങ്കിൽ പോലും പോലീസിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുന്നു. ചിലപ്പോൾ അത് ആ സിനിമ ആ ഒരു പ്രമേയം അതിനെ ആവശ്യപ്പെടുന്നുണ്ടാവും. ഈ സിനിമയിൽ ഈ വണ്ടി കാണിക്കുന്നതിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനുള്ളിൽ യാത്ര ചെയ്തപ്പോൾ ടോവിനോയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മറ്റൊരു വീട് പോലെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാ പോലീസുകാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാമ്പിലും ഒക്കെ ഉള്ളപ്പോഴും ഒക്കെ പോലീസുകാരോട് സംസാരിക്കാനൊക്കെ പറ്റും. അതല്ലാതെ എനിക്ക് പോലീസ് സുഹൃത്തുക്കൾ ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരിലും പോലീസിലുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ പോകുന്ന സമയത്തും ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ പോകുന്ന സമയത്ത് ഇവരെല്ലാം പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും പല ആഗ്രഹങ്ങളുള്ളവരും അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇൻഡിവിജ്വലി ഓരോ കഥ. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഉള്ള സീനുകളിൽ ഞാൻ താരതമ്യേന പുതിയ ആളായിട്ടാണ്. അപ്പോൾ പഴയ ആൾക്കാർ തമ്മിലുള്ള അടുപ്പവും ഞാൻ ഇവരുമായിട്ട് അടുപ്പമാവുന്നതും അതിനുശേഷം പല സീനുകളിലും ഇതിൽ നിന്നാണ് എല്ലാവരും ലാത്തിയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇവരുടെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പൊ നമുക്ക് 2-3 സീനുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഇതിനകത്ത് തന്നെ, ബസ്സിനകത്ത് തന്നെ. അപ്പൊ ബസ് ഇവിടെ നിന്നുള്ളൊരു യാത്ര അങ്ങോട്ട് പോകുന്നതും അവിടെ നിന്നുള്ള തിരിച്ചുള്ള യാത്രയും ഒക്കെ നമ്മൾ ഇതിന് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് നിങ്ങളായാലും ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പർ ക്യാമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കുന്നതും എല്ലാം അവിടെ തന്നെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ കിടന്നുറങ്ങുന്നതും ചിലപ്പോൾ സീറ്റുകളിലായിരിക്കും. പ്രോപ്പർട്ടി ആയിട്ട് ഉള്ളതിനേക്കാളും പക്ഷെ ഒരു ക്യാരക്ടറായിട്ട് ഈ ബസ്സും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പോലീസ് ബസ് റെന്റ് ചെയ്തിട്ട് 40 ദിവസം 45 ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. 10 ബസ്സൊക്കെ റെന്റ് ചെയ്തിട്ട് കേരളത്തിൽ കിട്ടാനില്ല 10 ബസ്. അപ്പോൾ പല ഡ്യൂട്ടീസും അസൈൻഡ് ആകുമ്പോൾ പോകും. അപ്പം നമ്മൾ ബസ്സുകൾ ഒറിജിനൽ ലൈൻ ബസ്സുകൾ വാങ്ങി മോഡിഫൈ ചെയ്ത് പോലീസ് ബസ് ആക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ടാറ്റയുടെ എംബ്ലം മറ്റേ ഡോറിൽ മറ്റേ ക്ലിപ്പുണ്ട് എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ തോറ്റു പോകത്തുള്ളൂ. ഈ സിനിമയാണ്. അതായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവരെ കണ്ണിൽ പൊടിയിടാം എന്നത് മാത്രമേ നമുക്ക് ആർട്ട് വർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ
ചില സിനിമകൾ കാണുമ്പോൾ ആ പ്രൊഫഷൻ, ഇപ്പം നമ്മൾ ഏത് പ്രൊഫഷനെ പറ്റിയാണോ പറയണത്, നമുക്ക് പരമാവധി സിനിമയിലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്യണം. പക്ഷെ എങ്കിൽ പോലും ആ പ്രൊഫഷനിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും പല തെറ്റുകളും കുറ്റങ്ങളും അതിൽ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇതൊരു സിനിമ ആയത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ട്. നമുക്ക് ചെറിയ തെറ്റുകൾ പറ്റിയാലും ഭൂരിപക്ഷത്തിന് ആ തെറ്റ് അറിയില്ല, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ ഭൂരിപക്ഷത്തിന് അറിയില്ല എന്നുള്ളത് കാരണം കൊണ്ട്. രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ, സുരാജേട്ടന് ടോവിയുടെ ഒരു സീൻ എടുക്കാണ്ടായിരുന്നു ബസ്സിൽ. അപ്പം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറ തന്നെ വിട്ടു. പരിപാടി നിങ്ങളെ വിളിച്ചില്ല. അപ്പം ഞാൻ ഒന്ന് ഷോർട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയപ്പോൾ ഞാൻ എന്നാൽ ഈ ആംഗിൾ ഷോട്ട് വെക്കാൻ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഒരു പള്ളി, ഒരു യേശുക്രിസ്തു, ഒരു അമ്പലം, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക. ഈ ബസ്സിലെ ലൈൻ ബസ്സിലെ സാധനമാണ് കത്തിക്കൊണ്ടിരിക്കുക മറ്റേ. അപ്പോൾ അത് പെട്ടെന്ന് ഇളക്കി മാറ്റി. അത് പോലീസിലാകുമ്പോഴത്തേക്കും മതപരമായിട്ടുള്ള ഒരു കാര്യവും ഒന്നും ഉണ്ടാവില്ല. അതെ അതെ. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ യൂണിഫോം കളവ് പോകും ചിലപ്പോ. അഭിനയിക്കാൻ പറ്റുള്ള ആഗ്രഹം ഉണ്ടാവില്ല ആൾക്കാർക്ക്. നമ്മുടെ ഏറ്റവും വലിയ പേടി എവിടെ പോകുന്നതാണ് ഞങ്ങളുടെ പേടി. യൂണിഫോം കളവ് പോകാതെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ, നമ്മളാ ബീനാ ചെസ്റ്റിന്റെ തൊട്ടപ്പുറത്താണ് മറ്റേ അവിടുത്തെ ബീവറേജ്. അപ്പൊ ആൾക്കാര് ഈ യൂണിഫോം ഇട്ടിട്ട് സ്കൂട്ടറിൽ പോയിട്ട് ബീവറേജിൽ ക്യൂ തെറ്റിച്ച് അകത്ത് കയറി സാധനം വാങ്ങി പോയായിരുന്നു. അപ്പൊ വലിയ കംപ്ലൈന്റ് ആയതാ. എന്നിട്ട് അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർ. നമുക്ക് പിന്നെ 500 പേരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയും പിടിവിട്ട് പോകും. രണ്ടുപേരും അപ്പുറത്തോട് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകൂല. ഈ ഒരു സൈഡിലേക്ക് പോവില്ല എന്ന് വെച്ചാൽ അത് കാടാണ്. കരിമ്പുലിയും കടുവയും ആനയൊക്കെ യൂണിഫോം പോലും തിരിച്ചു അങ്ങനത്തെ സ്ഥലമാണ് ഒരു സൈഡ്. അപ്പൊ ഈ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റില്ല. ആ സൈഡാണ് ബീവറേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 2003 കാലഘട്ടത്തിൽ നടന്നൊരു സ്റ്റോറിയിൽ ഇന്നത്തെ പോലീസുകാരല്ല, ഇന്നത്തെ കാലഘട്ടമല്ല, ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളോട് കൂടി ട്രെയിനിങ് കഴിഞ്ഞു വന്നിരിക്കുന്ന പോലീസുകാരല്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാറിൻ്റെ റിസർച്ച്, സാറെടുത്ത എഫേർട്ടുകൾ, അതെന്തെല്ലാമെന്ന് പറയാമോ? ഇതിൽ എനിക്ക് ഈ സിനിമ മാത്രമല്ല, ഇതിന് മുമ്പ് നമ്മളുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും ചെയ്യുന്ന സമയത്തും ഇതുപോലെ നമുക്ക് സംസാരിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന പോലീസുകാരും ഉണ്ടല്ലോ. സിനിമയിൽ അഭിനയിക്കാതെ ഞാൻ തന്നെ 2-3 സിനിമകൾ, പിന്നെ ഷാഹി കബീർ, നമ്മുടെ ഷാജി ചേട്ടൻ, അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കുറേ കഥകൾ, നമുക്ക് ഷൂട്ടിനിടയ്ക്ക് ഷോട്ടുകളുടെ ഇടയ്ക്കുള്ള ബ്രേക്കിൽ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംശയം. അതുകൊണ്ട് സാർ, നമുക്കിപ്പോൾ ഒരു സിനിമ ചെയ്യാനായിട്ട് സാറിന് ഈ പ്രൊജക്റ്റ് വരുമ്പോൾ സാറിനത് റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോഴുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ ഉള്ള ആളുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. നമ്മൾ ഒത്തിരി കാലം മുമ്പുള്ള ഒരു 10-15 കൊല്ലം മുമ്പേ ഫോഴ്സിലുള്ള ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞില്ല, ചിലർ അങ്ങനെ 10-15 കൊല്ലം മുമ്പേ അപ്പോൾ ആ സമയത്ത് തൊട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഭൂരിഭാഗം കാര്യങ്ങളും, അതിപ്പോൾ മൊബൈൽ ഫോണില്ല, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ വാട്സാപ്പോ ഒന്നുമില്ലാത്ത, ആൻഡ്രോയിഡ് ഫോൺ തന്നെ ഇല്ല. ഇൻകമിങ് കോളിന് കാശ് വരുന്ന ഐഫോൺ ഉണ്ടോ? ഐഫോണില്ല. അപ്പോൾ ഇൻകമിങ് കോളിന് പൈസ മേടിക്കുന്ന, അതായത് ഔട്ട് ഗോയിങ് കോളിന് അല്ല, ഇൻകമിങ് കോളിന് പൈസയുള്ള, ഇപ്പോൾ ഔട്ട് ഗോയിങ്ങും കൂടെ ഫ്രീ ആയിട്ടുള്ള സമയം. അപ്പോൾ അങ്ങനെയുള്ള വേറെ ടെക്സ്റ്റ് മെസ്സേജിന് പൈസ മുടക്കുന്ന ഈ ഒരു സമയം, എനിക്കൊന്ന് 14 വയസ്സാണ് പ്രായം, ഈ 2003 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയം ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 14 വയസ്സുകാരനായിട്ട് എന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഇവരും ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലീസുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോഴ്സിലുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും ഫോഴ്സിലുണ്ടാവുമല്ലോ. 15 കൊല്ലം എന്ന് പറയുമ്പോൾ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്ന പോലെ ഓർത്തെടുക്കാൻ പറ്റുന്ന ആളുകളുമുണ്ട്. അവരുമായിട്ടുള്ള ഡിസ്കഷൻസ്, പിന്നെ എനിക്ക് ഇത് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞ് റിസർച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക എന്നുള്ളത് പകുതി എന്ന് പറയുന്നത് പിന്നെയും അഗെയിൻ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള പരിചയക്കാരായിട്ടുള്ള ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലീസുകാരുടെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ അന്വേഷിപ്പിൻ്റെ സമയത്തൊക്കെ ഓരോ തരം സല്യൂട്ട്, ഇപ്പോൾ പലരും നമ്മൾ ഒരു ഒറ്റ സല്യൂട്ടാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്, പക്ഷെ തഴക്കം വന്നു കഴിയുമ്പോൾ ആ സല്യൂട്ടിന് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാവുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ ഡിസ്കഷൻസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുക. അതാണ് ആ മനോധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ റിസർച്ചും പിന്നെ ഇങ്ങനെയുള്ള ഡിസ്കഷൻസും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു പരിധി വരെയെങ്കിലും അത് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇതെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പോലീസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ്യൂം നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, കിരൺ. അപ്പം
ഈ പല യൂണിഫോം പല കോസ്റ്റ്യൂം കളേഴ്സിലാണുള്ളത്. അപ്പം കോസ്റ്റ്യൂം ഇൻഡസ്ട്രിയായിട്ട് ഇവൻ യുദ്ധം ചെയ്യുക, എല്ലാം ഒരേ കളർ വേണം മഴ പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി പല കളേഴ്സ് ആണ് ശരിക്കും. ഒറ്റ കളർ യൂണിഫോം അത് ശരിക്കും പറഞ്ഞാൽ കളർ ഫെയ്ഡ് ആവുന്ന തന്നെയല്ലേ? നമ്മളെടുക്കുന്ന മെറ്റീരിയൽ പല ഇതായിട്ടുണ്ടാവല്ലോ. നിങ്ങൾ എടുക്കുന്നതാണോ? കാക്കിൽ തന്നെ ഇതുണ്ടാവും, നമ്മളെടുത്ത് തയ്പ്പിക്കുന്നതാണല്ലോ. പല ഷെയ്ഡ്സ് ജസ്റ്റ് ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഇതുണ്ടാവും. പിന്നെ സിനിമയിൽ മാത്രമേ കാണുള്ളൂ ഒറ്റ. പിന്നെ ഇവർക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു വിഷമമാണ് ചോദിക്കാനുള്ളത്. അതായത് നോർമലി എന്ന് പറയുന്നത് പോലീസുകാർ ഒരു നെഗറ്റീവ് രീതിയിലാണ് പൊതുവെ മൂവീസിൽ, അതായത് അല്ലാണ്ടും കാണിക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവരുടെ ഒരു വിഷമമാണ് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് രീതിയിലാണ് അവരുടെ ഒരു സൈഡ് കാണിക്കുന്നത്, പോർട്രേ ചെയ്യുന്നത്. അവര് നായാട്ടിനെ പറ്റി പറഞ്ഞു, വേട്ട. അപ്പൊ അവരുടെ ഓർമ്മയിലുള്ള കുറെ പടങ്ങൾ അപ്പൊ അവർ പറയുന്നുണ്ട്. ഇപ്പം സുരേഷ് ഗോപി സാറിന്റെ പോലത്തെ ഒരു മസാല മൂവി ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സുരേഷ് ഗോപി സാറാണ് അൾട്ടിമേറ്റ് പോലീസ് ഓഫീസർ എന്നുള്ളത്. അപ്പം ഇപ്പം കുറേയൊക്കെ അതൊക്കെ മാറി വരുന്നുണ്ട് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച്. അപ്പൊ അവരുടെ ഭയങ്കര വലിയൊരു വിഷമമാണ്. അങ്ങനെയാണോ ഇതിലും ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മള് സിനിമകൾ കാണുന്ന സമയത്ത് പോലീസുകാർ നായകന്മാരായിട്ടുള്ള, പോലീസുകാർ വില്ലന്മാരായിട്ടുള്ള, പോലീസുകാർ നല്ല സഹനടന്മാരായിട്ടുള്ള, വില്ലന്റെ കൂടെയുള്ള സഹനടന്മാരായിട്ടുള്ള സിനിമകളാണ്. ഇതേപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെയും പല ഈ നല്ലവരും ചീത്തവരും, നല്ലവനായിരുന്നിട്ട് ചീത്തയാവുന്നതും ചീത്തയായിരുന്നിട്ട് നന്നാവുന്നതും ഒക്കെ ആയിട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും വെച്ചിട്ട് ഇത് സിനിമാ കഥയാണെന്നും ആ സിനിമാ കഥയുടെ ഭാഗമായിട്ട് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ തുടരുമില്ല വില്ലൻ പോലീസുകാരനാവുന്ന കാരണം കൊണ്ടാണ് ആ കഥ അങ്ങനെ പുരോഗമിക്കുന്നത്. അത് വില്ലൻ ഡോക്ടറായിരുന്നെങ്കിൽ വേറെ ഒരു ആശുപത്രി പശ്ചാത്തലത്തിലായിരിക്കും ആ കഥ പോകുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ കഥയ്ക്ക് അത് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ആയിട്ടുള്ള ആൾക്കാരിലും നല്ലവരും ചീത്ത ആൾക്കാരുണ്ടാവും. അതും അപേക്ഷയുമാണ്. പോലീസിലും അതുപോലെയുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒരേ സ്വഭാവം. അതായത് ഈ മിക്ക സിനിമകളും കാര്യം ജനങ്ങളിലേക്ക് നല്ലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ചില സിനിമകൾ. ചിലത് ഇല്ലായിരിക്കാം, പക്ഷേ ഒരു 60% അല്ലെങ്കിൽ 70% എങ്ങനെ വന്നാലും ജനങ്ങളിലേക്ക് അത് നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മളെ സ്വാധീനം ചെലുത്താത്തതിൻ്റെയാണ് ചില വിഷയങ്ങൾ, സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന പറയുമ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നെ മിക്ക സിനിമകളിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട തുടരുവിൽ തന്നെയും കാര്യം പ്രകാശ് വർമ്മയും ബിനു പപ്പും ചെയ്ത ക്യാരക്ടർ കാര്യം. അപ്പോൾ അത് ആ സിനിമ കണ്ടിട്ട് നമ്മളെ വിളിച്ച് നമ്മളോട് ഉള്ള സുഹൃത്തുക്കളായാലും പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചു, ലേഡീസ് കുറേ പേര് ചെയ്തിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെയാണോ കൂടുതലും പോലീസുകാർ ഇങ്ങനെയാണോ കാര്യം സ്വാധീനം സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മാധ്യമം അതങ്ങനെയാണ് കാര്യം അത്യാവശ്യം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലും ആ രീതിയിലുള്ള ഇതുണ്ടാവുമോ? അത് നല്ലവരും ചീത്തവരും ആയിട്ടുള്ള അങ്ങനെ രണ്ട് തരത്തിലുള്ള പോലീസുകാരും ഈ സിനിമയിൽ ഉണ്ടാവും. ഇതിലൊന്നുമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും കാര്യം കുറേ പോലീസുകാരുണ്ട് ഇതിനകത്ത് ഈ സിനിമയിൽ. ഇതിനകത്ത് എന്താ പറയാ നല്ലവരും ചീത്ത കാര്യങ്ങളുണ്ടാവും. കാര്യം ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. കാര്യം ഇപ്പൊ ഫോഴ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിൻ്റെ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഫോഴ്സിൻ്റെ ഉണ്ട്. പക്ഷേ എല്ലാ മേഖലകളിലും ഉണ്ടാവും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ യൂണിഫോം ഫോഴ്സിലെന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കേരള സംസ്ഥാനത്ത് 60,000-ഓളം പോലീസുകാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ തന്നെയും വളരെ വളരെ പറയുമ്പോഴത്തേക്കും താറടിച്ച് കാണിക്കുന്നു. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ എല്ലാ സിനിമാക്കാർക്കും കൊച്ചിയിൽ ഫ്ലാറ്റ് കിട്ടാത്ത അവസ്ഥയും നമ്മളോടൊക്കെ നാട്ടുകാർ എന്തെങ്കിലും ഇവിടെ സിനിമയിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിദേശയാത്രയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിലെ സിനിമാക്കാർ മൊത്തം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു കല്യാണം വീട്ടിൽ പോയപ്പോൾ ഒരു അപ്പാപ്പൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ. അപ്പൊ ആ സമയത്ത് 2016 സിനിമയിലുള്ള മണിച്ചേട്ടൻ, കൽപ്പന ചേച്ചി ഇവരൊക്കെ മരിച്ച വർഷമാണ്. അപ്പോൾ കൽപ്പന ചേച്ചി മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷന് പോയിരുന്ന സമയത്ത് സിനിമയിലുള്ളവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മനസ്സിലായോ? ഇതാണ് അതായത് അങ്ങനെയാണോ ഇവര് ഒരാള് ചെയ്ത തെറ്റിനോ ശരിക്കോ മൊത്തം ആൾക്കാർക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചെണ്ട മദ്ദളത്തോട് കാര്യം. ഈ ഒരു സമീപകാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പോൾ ഫോഴ്സിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നത്. ബേസിക്കലി
പോലീസ് എന്ന് പറയുന്നത് പൊതുജനത്തിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ അവരുടെ ജീവന സ്വത്തിന് അല്ല, സംരക്ഷണം അതെ, അതെ, കൊടുക്കണം വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് അതിന്റെ അതെ, അപ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്ന വളരെ ചെറിയ മിസ്റ്റേക്സ് പോലും വിമർശിക്കപ്പെടും. അത് സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് സ്വയം വിമർശനമായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യരുത് എന്ന് നിങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടത്. അപ്പം ഒരാൾ ചെയ്ത കുറ്റത്തിനായി ചിലപ്പോൾ 1000 പേര് വിമർശിക്കപ്പെടുന്നുണ്ടാവും. അപ്പം കാര്യം ഈ ആൾക്കാർക്ക് ഈ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ പഴയ നിക്കർ പോലീസിന്റെ ആ ഒരു ഇതായിട്ടുണ്ട്. അപ്പൊ അന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സേനയിൽ പെട്ടിരിക്കുന്ന ആൾക്കാർ ആരും ഏറ്റവും കുറഞ്ഞ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. ഏറ്റവും കുറഞ്ഞ ഡിഗ്രി ലെവലിലുള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാലഘട്ടത്തിനായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിലുള്ള പല പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം സീനുകൾ ഇങ്ങനെ ഇതായിട്ട് വരും തോറും അല്ല, നിങ്ങൾ സേഫാണ്. ഇത് 2003-ലാണല്ലോ. അപ്പോൾ അല്ല, അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവരും അവരെ എപ്പോഴും അത് പറയുന്നുണ്ടാവില്ല എന്ന് ഉള്ളൂ. എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ നല്ലൊരു വശം എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് കൊറോണയുടെ സമയത്ത് വീടുകളിൽ സേഫ്റ്റിയിലിരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ പുറത്ത് ആ സേഫ്റ്റി നോക്കാതെ ജോലി എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വീടിനകത്ത് സേഫ് ആയിട്ടിരിക്കാൻ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു ശരാശരി ഒരാൾക്ക് ഒരു പോലീസുകാരനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഫിയർ വേണം. ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്ന ആ ഒരു ഫിയർ ഉണ്ട്. അത് വേണം. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അങ്ങനെ ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പൊട്ട് നിങ്ങളുടെ ദേഹത്ത് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ തെറ്റിയോ അതൊരു സാധാരണ ഒരു മനുഷ്യന്റെ ഫിയറിൽ നിന്ന് വരുന്ന ഒരു കുറ്റപ്പെടുത്തലായിട്ട് കാണാം. ശരിക്കും അങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളെ അങ്ങനെ കാണാം. എന്താണ് നരിവേട്ട ചൂസ് ചെയ്യാനുള്ള കാരണം? അതായത് പൊതുവെയുള്ള ഒരു ഹീറോയിസത്തിൽ നിന്ന് മാറി ട്രെയിലർ കണ്ട പ്രകാരമാണ് ഒരു ഗ്രേ ഷെയ്ഡ് അടിക്കുന്ന ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തതാണോ? എന്നെ അങ്ങനെ ഹീറോയിസം അങ്ങനെ ഭ്രമിപ്പിച്ചിട്ടില്ല. കാര്യം ഞാൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഹീറോയിക് മൊമെന്റ്സ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ആരും അങ്ങനെ മുഴുവൻ സമയ ഹീറോകൾ വളരെ കുറവാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളും, എല്ലാവരും അങ്ങനെ ഐഡിയൽ ആൾക്കാരൊന്നും അല്ലല്ലോ. അവർക്കും ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആ ഐഡിയൽ ആയിട്ടുള്ള ഹീറോയിക് ക്യാരക്ടേഴ്സിനേക്കാളും ഞാൻ എന്തെങ്കിലും ഫ്ലോസ് ഉള്ള ക്യാരക്ടേഴ്സിനെയാണ് കൂടുതൽ. അതാവുമ്പോൾ എന്ന് വെച്ചാൽ പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലുണ്ടാവും. നല്ലവൻ എന്ന് പറഞ്ഞാൽ നല്ലവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ അത്രയൊന്നും നല്ലവനല്ലാത്തവനും ചെയ്യാനായിട്ട് ലിമിറ്റേഷൻ ഇല്ല. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആസ് ആൻ ആക്ടർ നമുക്ക് ഒരു കുറച്ച് ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ ആണെങ്കിൽ കിട്ടാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഹീറോയിസത്തിനേക്കാളും ഒക്കെ കൂടുതൽ ഈ കഥയും ഈ സിനിമയുടെ ടീമും എന്നെ ഏറ്റവും കൂടുതൽ ഒരു സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആ സിനിമയുടെ കഥയും ആ സിനിമ എടുത്തു വെക്കാൻ പോകുന്ന സംവിധായകനും സിനിമാറ്റോഗ്രാഫറും എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആളും മ്യൂസിക് ഡയറക്ടറും ആരൊക്കെയാണ് അതിനകത്ത് ബാക്കി അഭിനയിക്കുന്നത് എന്നുള്ളതും. അതോടൊപ്പം തന്നെ എനിക്ക് ഈ സിനിമയിൽ എന്തോരം ചെയ്യാനുണ്ട്, എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അതിപ്പോൾ ഒരു 10 മിനിറ്റുള്ളൊരു റോളാണെങ്കിലും ആ 10 മിനിറ്റിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 1 മിനിറ്റ് റോൾ ചെയ്ത് ഇവിടെ മറ്റേ മരണമാസത്തിൽ 1 മിനിറ്റ് 4 സെക്കൻഡ്. അപ്പോൾ ആ 4 സെക്കൻഡ് റോൾ, ഇപ്പോൾ മരണമാസമാണെങ്കിലും അതിനകത്ത് ആ 4 സെക്കൻഡ് റോള് വന്നിട്ട് ഞാൻ മരിച്ചു കിടക്കുന്ന ആളാണ്. എനിക്ക് അഭിനയിക്കാനൊന്നുമില്ല അതിനകത്ത്. പക്ഷെ ആ ക്യാരക്ടർ ആ മൊമെന്റിൽ ഉണ്ടാക്കുന്ന ഒരു കൗതുകം, ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സാണ് എന്നെ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ എന്ന് വെച്ചാൽ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചേരം ഇരുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നം, ഭയങ്കര കനമാണല്ലോ ഇത് താങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ കനമുള്ളൊരു കഥയാണല്ലോ ഈ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ച്. അതേസമയം തന്നെ ഇതിനകത്ത് പറഞ്ഞത് ഈ കഥയിലൂടെ കടന്നു പോകുന്ന എൻ്റെ കഥാപാത്രത്തിന് പോർട്രേ ചെയ്യാനായിട്ട് എന്തോരം ഇമോഷൻസാണ് വേറെ സിനിമകളിലൊന്നും ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടാത്ത പോലത്തെ ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഇതിലേക്ക് എക്സൈറ്റ് ചെയ്യിച്ചത്, ഇതിലേക്ക് അട്രാക്ട് ചെയ്യിച്ചത് തന്നെയാണ്. ഈ 5 പേര് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിറകിലുള്ള ഒരു 500 അല്ലെങ്കിൽ ഒരു 5000 പോലീസുകാർക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അവരുടെ കുറേ പേടികൾ, അല്ലെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന ഒരു പോലീസ് ഓഫീസറിനെ ആക്ച്വലി റിയൽ ആയിട്ട് അവർ തന്നെ വന്ന് ബ്രേക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങനെ അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ 5 പേരും ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് തന്നെ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സിബി സാർ ആണെങ്കിലും ഷാഹിദ് കപൂർ ആണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവർ പോലീസുകാരുമാണ്, സിനിമയിലുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് 2 പേരാണ്. അവർ സിനിമക്കാരും പോലീസുകാരും.
അതെ, സിനിമാക്കാരെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിനും ചീത്ത പേര് കിട്ടും, പോലീസുകാർക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനും ചീത്ത പേര് കിട്ടും. അല്ല, പക്ഷെ ഞാൻ പറയണത് നമുക്കും അത് കാരണം കൊണ്ട്, പിന്നെ നിങ്ങൾക്കൊക്കെ ഇല്ലേ സുഹൃത്തുക്കള്, നിങ്ങൾക്കൊക്കെ ഉള്ള വീട്ടുകാര്, അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും ബോധിപ്പിക്കേണ്ടി വരില്ല. അവര് നിങ്ങളെ ചെറുപ്പം പോലെ കാണുന്നതും നിങ്ങളുടെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മളെ മോശമായിട്ട് തെറ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നത്. അതിൽ വല്ല കാര്യമുണ്ടോ? അതായത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പറയേണ്ട കാര്യമുള്ളൂ. നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ആ അർത്ഥത്തിൽ നമ്മളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണ്ട എന്നുള്ളതേ ഉള്ളൂ. അറിയാവുന്നവർക്ക് അറിയാം, അത്യാവശ്യം വിവരമുള്ളവർക്കൊക്കെ അറിയാം. ഈ പോലീസുകാരുടെ ജീവിതത്തിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഹെക്ടിക് ആയിട്ടുള്ള ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ഓവർ ടൈം അങ്ങനെ പല ദുർഘടഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരികയും എന്നിട്ടും ഈ ഫോഴ്സിൽ ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ സിനിമയിൽ വില്ലനായിട്ട് വരുന്ന ഒരു പോലീസുകാരനല്ലല്ലോ ഈ ഫോഴ്സിലുള്ളത്, ആയിരക്കണക്കിന് പേര് ഉണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വിവരമുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടാറുണ്ടോ? ഉണ്ടോ? ഞാനിടാറില്ല. അപ്പൊ അത് ഇടുന്നവര് അവർക്ക് വേറെ അതിനേക്കാൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കുറ്റപ്പെടുത്തലുകളൊന്നും കാര്യമാക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പോലീസിന്റെ പേജിൽ വന്നൊരു വീഡിയോ, ഞാൻ ശരിക്കും ലിറ്ററലി മനസ്സെട്ടി കരഞ്ഞു പോയി. ഞാൻ വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ പാളത്തിൻ്റെ കൈവരി കയറി നിൽക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പോലീസ് പെട്രോളിങ്ങിന് പോകുന്ന ഒരു പോലീസ് ജീപ്പ് വന്ന ഒരു 50-55 വയസ്സുള്ള പോലീസ് ഓഫീസർ അയാളെ മകനെ എന്ന് വിളിച്ച് പറഞ്ഞ് അവനെ താഴെ ഇറക്കി അവിടെ ഇരുത്തി കെട്ടിപ്പിടിച്ച് തഴുകി തലോട്. ആ പോലീസുകാരന് ആ പ്രായത്തിലുള്ളൊരു മകനുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ഇമോഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണല്ലോ. ആ പ്രായത്തിലുള്ളൊരു ആളെ കാണുമ്പോൾ സ്വന്തം മകനൊക്കെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മകളെ ആ വിളിയിൽ ആ ചെറുപ്പക്കാരൻ താഴോട്ട് ഇറങ്ങിയെന്നുള്ള. ഇത് പോലീസ് യൂണിഫോമിൽ ജനിച്ചു വീണതല്ലോ, മനുഷ്യന്മാര് പോലീസ് യൂണിഫോമിലല്ലേ, ഇത് നമുക്ക് അറിയാലോ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരും ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ചതിന് 5 പേരോടും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ താങ്ക് യു ഫോർ ഹാവിംഗ് us here. അതുപോലെ തന്നെ കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ്റെ പേരിലുള്ള എല്ലാവരും നന്ദിയും. കാര്യം ഈ ഒരു നരിവേട്ട ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു.